തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലെ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ വിമത സ്ഥാനാർത്ഥി കോൺഗ്രസിനായുണ്ട്. കോൺഗ്രസിന്റെ തന്നെ വനിതാ നേതാവായിരുന്ന അനിത അനീഷാണ് ഇവിടെ മത്സരിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. പത്രികാ സമർപ്പണത്തിന്റെ സമയം കഴിഞ്ഞു. പത്രിക പിൻവലിച്ചിട്ടില്ല. മത്സരരംഗത്ത് തുടരാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും അതിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്നാല് എന്റെ പാർട്ടിയുടെ എല്ലാവിധ പിന്തുണകളും എനിക്കുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് എന്റെ പാർട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ആ സ്ഥാനത്തേക്ക് വന്നത്. അപ്പൊ പിന്നെ എന്നെ ഡിക്ലെയർ ചെയ്തു. എനിക്ക് അഭിനന്ദനങ്ങൾ നേരും ചെയ്തു, എല്ലാം ചെയ്തു. എന്റെ ബാക്കി ഡീറ്റെയിൽസ് മാത്രമേ തരാണ്ടായിരുന്നുള്ളൂ. ആ ഒരു ടൈമിലാണ് ഞാൻ അറിയുന്നത് രാത്രി 1:30 പിന്നെ രാധാ ഹരിദാസ് പോയിട്ട് DCCന്റെ മുന്നിൽ നിന്ന് മണ്ണെണ്ണൊഴുക്കി ആത്മഹത്യ ശ്രമം നടത്തിയെന്നുള്ളത് ആ വാർത്ത ആ സമയത്ത് അറിയുന്നത്. പിറ്റേന്ന് നേരം വെളുത്തപ്പം രാധാ ഹരിദാസിന് സീറ്റ് കൊടുത്തു എന്നും കേട്ടു. അത് എന്റെ പേരിലാണെന്ന് പിന്നെ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് രാധാ ഹരിദാസിന്റെ അമ്മയാണല്ലോ രമ്യ ഹരിദാസ്, അല്ല മോളാണല്ലോ രമ്യ ഹരിദാസ്. അവര് DCCന്റെ വൈസ് പ്രസിഡന്റും അല്ല KPCCന്റെ വൈസ് പ്രസിഡന്റും കൂടിയാണ്. അപ്പോൾ ആ ലെവലില് അമ്മയുടെ ഈ പിന്നെ ആത്മഹത്യാ ശ്രമത്തിന്റെ പേരിൽ വാങ്ങിക്കൊടുത്തു എന്നും കൂടിയാണ് ഞാൻ അറിയുന്നത്. പിന്നെ ഇപ്പം ഞാൻ എന്റെ ഇതുമായിട്ട് അപ്പൊ എന്റെ പാർട്ടിയിലുള്ള എല്ലാവരും എനിക്ക് പിന്തുണയാണെന്നും അവർ എന്റെ ഒപ്പം ഉണ്ടെന്നും UDFന്റെ സംവിധാനത്തിൽ തന്നെ എന്നെ മത്സരിപ്പിക്കാൻ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് എല്ലാവരും. അപ്പം നമുക്ക് ആരെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പാർട്ടിന്റെ എല്ലാവരും തന്നെ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും എന്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒരു റിബൽ മത്സരത്തിന് മുന്നോട്ട് വരാതെ നിൽക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ റിബലല്ലല്ലോ. അപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് സ്ഥാനം കിട്ടിയ ആളല്ലേ. ചിഹ്നം മാത്രമേ എന്റെ കയ്യിലേക്ക് തന്നിട്ടില്ല എന്നുള്ളൂ. അപ്പൊ ഞാൻ ആ ഒരു പ്രകാരം തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ്. അപ്പൊ എന്റെ പാർട്ടിക്കാർ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. എന്നോട് ഇന്ന് വരെ ആരും പിന്മാറാൻ പറഞ്ഞിട്ടില്ല, ആരും വിളിച്ചില്ല. ഔദ്യോഗികമായിട്ട് പിന്മാറാൻ പോലും എന്നെ ആരും വിളിച്ചില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ പാർട്ടിക്കാർക്ക് എന്നെ വേണമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ തന്നെയാണ് തയ്യാറ്. ഈ പ്രാദേശിക തലത്തിൽ തീരുമാനമെടുത്തത് താങ്കളെ സ്ഥാനാർത്ഥിയാക്കാൻ തന്നെയാണോ? ഇക്കാര്യം മുകളിൽ അറിയിക്കുകയും അവിടുന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നോ? മുകളിൽ അറിയിക്കാൻ നമ്മൾ അറിയുന്നില്ലല്ലോ. ആ മുകളിൽ അറിയിച്ചിട്ടാണല്ലോ മുകളിൽ നിന്ന് എനിക്ക് വിളി വന്നത്. എനിക്ക് മുകളിൽ നിന്ന് നേതാവിൽ നിന്ന് വിളി വന്നിട്ടുണ്ട്. ആരാണ് വിളിച്ചത്? അത് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് പ്രധാനപ്പെട്ട നമ്മുടെ നേതാവ് എന്നെ വിളിച്ചിട്ട്, വേണ്ടപ്പെട്ട നേതാവ് എന്നെ വിളിച്ചിട്ട് അഭിനന്ദനങ്ങൾ പറയും. അപ്പോഴാണ് പറഞ്ഞത് അനിതയ്ക്ക് അഭിനന്ദനങ്ങൾ ഈ ഒരു കാരണം വെച്ചിട്ട് പറഞ്ഞത്. നമുക്ക് സീറ്റ് തന്നു, നാളെ പ്രഖ്യാപിച്ചാൽ മതി എന്നുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പം നാളത്തേക്ക് നേരം വിളിക്കുന്നതിന് മുന്നെയാണ് 1:30 ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പം നമ്മളെ പാർട്ടിയിലെ നേതാക്കന്മാരെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അവര് ആത്മഹത്യാ ശ്രമമായിട്ട് മുന്നോട്ട് വന്നു. പിന്നെ പിടിപാടുള്ളത് മകൾക്കാണല്ലോ. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. നമുക്കിപ്പോൾ എല്ലാവർക്കും സീറ്റ് കൊടുത്ത് തയ്ക്കാനൊന്നും പറ്റില്ല. എന്നാലും ഒരുപാട് കാലങ്ങളായി നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് വരുന്നു. അങ്ങനത്തെ ആളുകളെ വീണ്ടും വരുമ്പം നമ്മുടെ എനിക്ക് 3ാമത്തെ ടേമാണ് ഇപ്പൊ എന്നെ തള്ളാൻ ശ്രമിക്കുന്നത്. 2 ടേം എന്നെ തള്ളി കഴിഞ്ഞതാണ്. അപ്പൊ എനിക്ക് തീരെ ആഗ്രഹമില്ലായിരുന്നു ഇതിൽ പ്രവർത്തിക്കാൻ. അങ്ങനെയല്ല, പാർട്ടിയോട് ആഗ്രഹമില്ലായിട്ടല്ല കേട്ടോ, പാർട്ടിയുടെ കൂടെ ഉണ്ട്. 2 വർഷമായിട്ട് എനിക്കൊരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മളെ ജില്ലേന്റെ സെക്രട്ടറി പോസ്റ്റ്. ആ പോസ്റ്റ് രമ്യയും ഈ രാധയുടെ നിർദ്ദേശപ്രകാരം രമ്യ തള്ളുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതുകൂടി ഉണ്ട്. അപ്പൊ ഞാൻ 2 വർഷത്തോളം ഞാൻ വീട്ടിൽ ഒതുങ്ങിയെന്ന് പറയാൻ പറ്റൂല. എന്റെ സോഷ്യൽ മീഡിയ ആയിട്ട് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. പാർട്ടീന്റെ പോസ്റ്റൊക്കെ ഇട്ട് പ്രാദേശിക തലത്തിൽ ഞാൻ പാർട്ടീന്റെ പ്രവർത്തനത്തിലും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എല്ലാവർക്കും പാർട്ടീന്റെ നേതാക്കന്മാർക്ക് നല്ലപോലെ അറിയാലോ. നമ്മളിന്ന് പാർട്ടിക്ക് വേണ്ടി നല്ല കാര്യം ചെയ്തിട്ടുള്ളൂ. ഒരു ജനപ്രതിനിധി ആവാനുള്ള എല്ലാ യോഗ്യതയും എനിക്കുണ്ടെന്ന് തന്നെ ഞാൻ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോഴും മുന്നോട്ട് പോകുന്നത്. ആരും എന്നോട് ഔദ്യോഗികമായിട്ട് മാറണം ഉള്ള ഒരു വാക്കുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പോഴും എന്റെ കൂടെ എല്ലാവരും ഉണ്ട് തന്നെയാണ് എന്റെ വിശ്വാസം. ഈ രാധാ ഹരിദാസ് നേരത്തെ ഇവിടുന്ന് ജനപ്രതിനിധി ആയിരുന്നു അല്ലെ? രമ്യ ഹരിദാസ് ഇവിടുന്ന് ഒരേ കുടുംബത്തിലാ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 2 പ്രാവശ്യം അവര് രാധ മത്സരിച്ചു. പിന്നെ 2 പ്രാവശ്യം. അപ്പൊ ഈ ഹരിദാസ് എന്നുള്ളത് ഇപ്പൊ വേണ്ടാന്ന് തന്നെ എനിക്ക് തോന്നുന്നു. രാധ മത്സരിച്ചു 2 പ്രാവശ്യം. എന്നാലും ഹരിദാസ് എന്നുള്ളതാണ് പുറന്തള്ളപ്പെട്ട ഒരു ഇതാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ രാധ 2 പ്രാവശ്യം മത്സരിച്ചു. അവര് 2 പ്രാവശ്യം മത്സരിച്ച് നിന്നതാ സീറ്റ്. അതുപോലെ പുറമെ വാർഡിലും അവർ മത്സരിച്ചിട്ടുണ്ട് ഈ കോൺഗ്രസിൽ കൂടെ തന്നെ. അപ്പൊ പിന്നെ മകളി രമ്യ ഹരിദാസ് മത്സരിച്ചു, ബ്ലോക്കിന്റെ പ്രസിഡന്റായി, ഇപ്പോ MP ആയി, അങ്ങനെയുള്ള എല്ലാ പോസ്റ്റുമായി. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു അമ്മയ്ക്കും മുകളിൽ ഒതുങ്ങാൻ വേണ്ടി മാത്രമല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഈ പോരാട്ടം നടക്കുന്നത്. എന്നെ പോലെ എന്റെ കൂട്ടുകാരി അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിഷേധിക്കപ്പെട്ടതാ. അപ്പോൾ നമ്മളെ നേതാക്കന്മാര് ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം ഇതേപോലുള്ള ആളുകൾ ആത്മഹത്യ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ
അങ്ങോട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് വാങ്ങിയെടുക്കുന്ന സീറ്റുകളാണ്. അപ്പം നമ്മൾ അങ്ങനത്തെ ആളുകളല്ലെങ്കിൽ എനിക്കിപ്പോൾ എന്തായാലും ഇന്റർനാഷണൽ കോൺഗ്രസിലേക്ക് ഒരു ഇതിൽ കൂടെ അതിൽ കൂടെ മാത്രമായിരിക്കും ജീവിക്കുന്നത്, എനിക്കറിയില്ല. എന്തായാലും വേണ്ടിയില്ല, ഞാൻ ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നു, UDFന്റെ കൂടെയാണ്. എനിക്കതാ പറയുള്ളൂ. എന്നെ തള്ളിയോ കൊള്ളിയോ ഒന്നും എനിക്കറിയില്ല അതിന്റെ കാര്യങ്ങൾ. അപ്പം ഞാൻ അവരെ കൂടെ ഇപ്പോഴും ഉണ്ട്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ സ്ഥാനങ്ങൾ ഇപ്പം DCCയിലെ സ്ഥാനം അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസിന്റെ സ്ഥാനമൊക്കെ ജനറൽ സെക്രട്ടറി സ്ഥാനം വരെ എത്തി. അതിനു മുമ്പ് എവിടെയൊക്കെ ആയിരുന്നു? പിന്നീട് എന്തെങ്കിലും പുതിയ ഓഫറുകൾ വന്നിട്ടുണ്ടോ? പുതിയ ഓഫർ ഇപ്പം വന്നത്, എനിക്ക് അന്ന് 2.5 വർഷം മുന്നേ രമ്യ തള്ളി എന്ന് പറഞ്ഞില്ലേ, ആ സീറ്റ് എനിക്ക് രമ്യന്റെ അമ്മ രമ്യന്റെ അമ്മ എന്താ പറയാ ആത്മഹത്യാ ശ്രമം നടത്തുന്നതിന്റെ കുറച്ച് പിറകായിട്ട് എനിക്ക് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ ഫോണിലേക്കല്ല, എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്വീകരിച്ചിട്ടില്ല. കാരണം നമ്മളൊരു സ്ഥാനം തരുമ്പോൾ അതിൻ്റെതൊരു മാന്യതയും കൂടി കാണിക്കല്ലേ. നമുക്കത് വേണോ, നമ്മളിപ്പോൾ എന്താ വാങ്ങുന്നുണ്ടോ ഒന്നും അറിയാതെ നമുക്കങ്ങ് തട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് സ്വീകരിച്ചിട്ടില്ല, ഞാനത് നോക്കിയിട്ടുമില്ലായിരുന്നു. ഞാനിപ്പോൾ അടുത്താണ് അത് നോക്കിയത്, എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എന്താ പറയുക, രമ്യയ്ക്കും അവർക്കും മാത്രം അവകാശപ്പെട്ടതായിട്ട് ഒതുങ്ങരുതെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും, ബാക്കി ഒരുപാട് പേര് നമുക്ക് കിട്ടാനുണ്ട്, അവർക്ക് കൊടുക്കാനുണ്ട്. അത് നമ്മുടെ പാർട്ടി കൊടുക്കണം. അതുകൊണ്ട് അത്രയും ഒരു ഇത് വാശിയുള്ളത് കൊണ്ടാണ് ഞാനിത് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാൻ മതിയോ, ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് നന്മയെ ചെയ്തിട്ടുള്ളൂ. ഈ രമ്യ തന്നെയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട്, MP ആയി, നിയമസഭയിലേക്ക് രമ്യ ആയിട്ടുണ്ട്. രമ്യയുടെ കൂടെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. രമ്യ നമ്മളെ തോളോട് തോൾ ചേർന്ന് രമ്യയുടെ കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ രമ്യ MP ആയതിനു മുന്നേ ആളങ്ങ് മാറി. അതൊക്കെ പോട്ടെ, അത് അവരെ കാര്യം. അതൊക്കെ വലിയ നിലയിലെത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് മാറുന്ന ഒരു മാറ്റം, അത്രയേ ഉള്ളൂ. എനിക്കിപ്പോഴും പാർട്ടിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും പാർട്ടിയിലാണ്. അവരെന്നെ തള്ളിയോ കൊള്ളിയോ എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴും പാർട്ടിയിലാണ്. അല്ല രമ്യ, നിങ്ങളുമായിട്ടൊക്കെ പിന്നീട് അത്ര സഹകരണം ഉണ്ടായില്ലേ? ഓരോ തവണ നിങ്ങൾക്ക് സ്ഥാനം വരുമ്പോഴും മത്സരിക്കാൻ അവസരം വരുമ്പോൾ തട്ടിക്കളയുന്നു എന്ന് നേരത്തെ പറഞ്ഞു. ആ ഒരു സഹകരണം പിന്നീട് ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഇല്ല, രമ്യയായിട്ട് ഞാനൊരു ബന്ധമില്ല. എനിക്ക് രമ്യനെ കണ്ടിട്ടുമില്ല. പിന്നെ ഞാൻ രമ്യയായിട്ട് ഞാനൊരു ബന്ധം ഉണ്ടായിട്ടുമില്ല, അത്രയേ ഉള്ളൂ. ഇത് എന്തിനാണ് ഈ സ്ഥാനങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ DCC മഹിളാ കോൺഗ്രസിന്റെ സെക്രട്ടറി സ്ഥാനം വരുമ്പോൾ എന്തിനാണ് ഇവരിത് തട്ടിത്തെറിപ്പിക്കുന്നതിന്റെ ഒരു കാര്യം? അത് പാർട്ടിയുടെ വൈരാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്നോട് എന്തെങ്കിലും വൈരാഗ്യം, വ്യക്തിപരമായിട്ട് വൈരാഗ്യം ഉണ്ടായിരിക്കാം. ഞാൻ പാർട്ടിയിൽ പ്രത്യേകമായിട്ട് വൈരാഗ്യമുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അവർക്ക് എന്തെങ്കിലും തോന്നിട്ടുണ്ടാവായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നു അവർക്ക് തോന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാവില്ലേ, അതായിരിക്കാം. ഇതിപ്പോ KPCCയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. അങ്ങനെ വന്നതെന്ന് നമ്മുടെ അറിവ് മാത്രമേ ഉള്ളൂ. ഇവിടെ DCC ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നേരെ KPCCയിലേക്ക് പോയെന്നും അവിടെ നിന്നാണ് രമ്യന്റെ സ്വാധീനം കൊണ്ടാണ് ഇവർക്ക് സീറ്റ് കൊടുത്തതെന്ന് ഞാൻ കേൾക്കുന്നത്. അത്രയോ നമുക്ക് ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം നടന്നു എന്നത് കൃത്യമായി തെളിവില്ല. വിവരം കിട്ടിയതാണ്. ആ വിവരം കിട്ടത് 1:30 നേരത്ത് നമുക്കൊരു കോള് വന്നതാണ്. നിങ്ങളുടെ സ്ഥാനം രാധയ്ക്ക് കൊടുത്തില്ലേ, രാധ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞിട്ട് DCCയിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കോള് വന്നതാ. അങ്ങനെ നോക്കുമ്പോൾ പിറ്റേന്ന് മനോരമയിലും ആ ന്യൂസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഭയന്നു പെട്ടെന്ന് അല്ലേ? ഇങ്ങനൊരു ഭയന്നിട്ടില്ല. എന്താ പറഞ്ഞാല് ഈ പറയുന്നത് എനിക്ക് ചെയ്യാം, അപ്പൊ എനിക്ക് സീറ്റ് കിട്ടും ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങനെ ഭീഷണിപ്പെടുത്തി വാങ്ങേണ്ടതല്ല. എന്നെ മണിക്കൂറുകളോളം ഇവിടെ ഇരുന്നിട്ട് മൗന സമ്മതത്തോടെ ഞാൻ സമ്മതിച്ചു എന്ന നിലയ്ക്ക് പോയത് അവര്. അല്ലാതെ ഞാൻ തീരുമാനം എടുത്ത് പറഞ്ഞാൽ ഇവിടെ 8 മണി സമയത്ത് വന്നിട്ട് രാത്രി 12:30 വരെ നേതാക്കന്മാർ ഇവിടെ ഇരുന്നിട്ട് ഞാൻ അന്നേരം മത്സരിക്കുന്നില്ല. കാരണം എനിക്കറിയാം ഞാൻ മത്സര രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ ഇതിന്റെ ബാക്കിൽ വരും. ഞാൻ അവരോട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മത്സര രംഗത്തേക്ക് വന്നാൽ എനിക്ക് തടസ്സമായിട്ട് വരാൻ ആളുണ്ട്, അതുകൊണ്ട് ഞാൻ വരാൻ ആളുണ്ടെന്നല്ല, രമ്യന്റെ അമ്മയായിട്ട് വരും. അവർ വരുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട്. അവരെ പിറകിൽ ആരുണ്ട് എനിക്കറിയില്ല. നമ്മൾ പരോക്ഷത്തിലൊന്നും അറിയില്ല, അല്ല പ്രത്യക്ഷത്തിലൊന്നും അറിയില്ല, പരോക്ഷത്തിലുണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. അല്ല, പക്ഷെ ഇത് പേടി വരില്ല. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ലതിക സുഭാഷ് തലമൊട്ടയടിച്ച് പാർട്ടി വിട്ട് സീറ്റ് കിട്ടാൻ പോയത്. അവരും കുറെ നാളുകളായി സീറ്റിന് വേണ്ടി ശ്രമിക്കുന്നു, കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇറങ്ങിയത്. അതൊരു പേടി ഉണ്ടാവില്ലേ നേതാക്കൾക്കായാലും ഈ ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ? നേതാക്കൾക്ക് പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, അനിതാനിഷ് അത് ചെയ്യില്ല, അത് നേതാക്കന്മാർക്ക് അറിയാം. അത്രയ്ക്ക് തരം താന്നും ഞാൻ പോയിട്ടില്ല, ഞാൻ ചെയ്യേയില്ല. അപ്പൊ ചെയ്യുന്നവർക്ക് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ പാർട്ടിയെ കുറ്റപ്പെടുത്തില്ല, അവരെ അവസ്ഥ അത്രയും എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സീറ്റ് എനിക്ക് കുന്നമംഗലം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു മഹിളാ കോൺഗ്രസിന്റെ. ഞാൻ ഇപ്പം എന്റെ മണ്ഡലത്തിൽ വൈസ് പ്രസിഡന്റാണ്. പിന്നെ അതിലുപരി ഇപ്പം നമുക്ക് പ്രവർത്തിക്കാനുള്ള മേഖലയില്ല. പിന്നെ KPC തലത്തിൽ അവര് സംസ്ഥാന സെക്രട്ടറിയാണ് മഹിളാ കോൺഗ്രസിന്റെ. നമുക്ക് പാർട്ടി പോസ്റ്റ് തന്നെങ്കിലല്ലേ നമുക്ക് മേലോട്ട് പോകാൻ പറ്റുള്ളൂ. സ്ഥാനമില്ലാത്തത് കൊണ്ട് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അവര് ആ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവർക്ക് കൊടുത്തത്.
പക്ഷെ നമുക്ക് സ്ഥാനം തന്നതിന് എനിക്ക് എൻ്റെ പ്രാദേശിക നേതാക്കന്മാർ അറിഞ്ഞു തരുന്ന സ്ഥാനത്തോടാണ് എനിക്ക് താല്പര്യം. അതാണ് ഞാൻ എപ്പോഴും ഈ ജബി മേത്തർ സംസാരിക്കുകയെല്ലാം ചെയ്തോ? ഇല്ല, എന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുമ്പോൾ എന്നെ അഭിനന്ദനത്തിന് നമ്മളെ മെയിൻ നേതാവ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അനിതയ്ക്കാണ് സീറ്റ്, അനിത അവിടെ വിജയിക്കണം എന്നും പറഞ്ഞ് വിളിച്ചിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അല്ലാത്ത പക്ഷം എന്നെ ഒരു നേതാക്കന്മാരും മേൽത്തട്ടത്തു നിന്ന് ആരും വിളിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ UDFന്റെ ഒരു ആസ്ഥാനത്തിൽ മൊത്തത്തിൽ നമ്മൾ UDF ആണല്ലോ ഇലക്ഷൻ വരുമ്പോൾ ആ ഒരു പിന്തുണ എനിക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പോകുന്നത്. എന്തായാലും പ്രാദേശിക UDF നേതാക്കളുടെയും പ്രവർത്തകരുടെയും പൂർണ്ണമായ പിന്തുണ തനിക്കുണ്ട്. താൻ ഇപ്പോഴും കോൺഗ്രസുകാരിയാണ്. പക്ഷേ മത്സരരംഗത്തൊന്നും പിന്നോട്ടില്ല. കുടുംബാധിപത്യം ഒരു പ്രാദേശിക സ്ഥലത്തായാലും എവിടെയായാലും ഒരു കുടുംബത്തിലെ ആളുകൾ മാത്രം സ്ഥിരമായി സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് ശരിയല്ല എന്നും അനിത പറയുന്നു.